എൻ്റെ നിങ്ങളുടെയൊക്കെ ബഹുമാനം ഇച്ചിരി കുറവാണെന്നാണ് ബഹുമാനായ മുഖ്യമന്ത്രി മറ്റ് ബഹുമാനായ മന്ത്രിമാരും പറയുന്നത്. ആണോ? നിങ്ങൾക്ക് ഈയിടെയായിട്ട് ഇച്ചിരി ബഹുമാനക്കുറവില്ലേ? സത്യം പറ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനം എന്നൊക്കെ പറഞ്ഞ സാധനം ചോദിച്ചു വാങ്ങുന്ന ഐറ്റമാണോ? ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നൊക്കെയല്ലേ പറയുന്ന. ജനാധിപത്യ രാജ്യത്ത് ഇത്രയ്ക്ക് ബഹുമാനത്തിന്റെ ആവശ്യമുണ്ടോ? എന്തോ അവനിച്ചിരി ബഹുമാനക്കുറവുണ്ട്. അവനെ എത്രയും വേഗം അകത്താക്കി മര്യാദ പഠിപ്പിക്കും. ശരി സാർ. സർക്കിളറൊക്കെ ഇറക്കി എനിക്ക് ഇച്ചിരി ബഹുമാനം തരാവോ? ഇപ്പൊ എല്ലാരും ഓർക്കുക. ഇതിനെന്തായിരിക്കും കാരണം? ഇങ്ങനോട് എന്താ പഠിച്ചത്? വിജയൻ മടിയിലിട്ട് വളർത്തുകയാണോ വിജയനെ? കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊക്കെ മനസ്സിനകത്ത് കുറെ കുശുമ്പുണ്ട്. പക്ഷെ നിങ്ങളുടെ കുശുമ്പ് പോലല്ലേ കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂടെ ശബരിമലയും മറ്റേ പറയുന്ന രണ്ട് കക്ഷികളുടെ പേര് ഞാൻ പറഞ്ഞു. ഇവരുടെ പേരല്ലാണ്ട് ഞാൻ എന്താ അഡ്രസ്, ഏത് മേൽവിലാസത്തിലെ ഇവർ വിളിക്കേണ്ടത്? ഒരാളെ വിജയൻ എന്നും ഒരാളെ വാസവൻ എന്നും വിളിക്കും. അവരുടെ പേര് അതായിരിക്കുന്ന കാലത്തോളം വേറെ എന്തെങ്കിലും പേരിൽ എനിക്ക് വിളിക്കാൻ പറ്റുമോ? മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് 9 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവിനൊപ്പം നിന്നുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് മിസ്റ്റർ പിണറായി എന്ന് ഞങ്ങൾ വിളിക്കും, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ വലിയ പോരായി മാറി. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ജനതയോട് ആവശ്യപ്പെടുന്നു എന്നെ ഒന്ന് ബഹുമാനിക്കാൻ. എന്നിട്ട് ബഹുമാനിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുക, ഒട്ടും കുറയ്ക്കണ്ട. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് സഹമന്ത്രിമാർ, ബഹുമാനായ സഹമന്ത്രിമാർ, ഡിവൈഎഫ്ഐക്കാരൊക്കെ വേണമെന്നിട്ട് ബഹുമാനിച്ചു. എല്ലാവർക്കും ഇച്ചിരി ബഹുമാനം കൊടുത്തേക്ക്. ഇവരില്ലാത്തൊക്കെ ആരൊക്കെ ഇനി മന്ത്രിയാവുമെന്ന് ഭാവിയിൽ നമുക്ക് അറിയത്തില്ല. കൊണ്ട് എല്ലാവർക്കും കൊടുത്തേക്ക്, ഒട്ടും കുറയ്ക്കണ്ട. ഒരു ബഹുമാനമല്ലേ? സത്യം പറഞ്ഞാൽ ജനങ്ങളല്ലേ ബഹുമാനിക്കേണ്ടത്? വോട്ട് ചെയ്ത് വിടുന്ന ജനങ്ങളല്ലേ? ഷടാ, നമ്മളെയല്ലേ ബഹുമാനിക്കണ്ടേ? നമ്മളെ ആരെല്ലാം ബഹുമാന ജനതയെന്ന് മുഴുവനുണ്ടോ?